സാജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ഒരു ടർക്കിഷ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചിക്കൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം നമുക്കിനി ആ ചിക്കനിലേക്ക് പുരട്ടാനുള്ള മസാല എന്തൊക്കെയാണെന്ന് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം അതിൻ്റെ പൗഡർ ഉണ്ട് വാങ്ങിക്കാൻ, അതുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റാക്കി ചേർത്തിട്ടാണുള്ളത്, എൻ്റെ കയ്യിൽ പൗഡർ ഇല്ല. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മാഗിയുടെ ചിക്കൻ ക്യൂബും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഒറിഗാനോ പൗഡർ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സാക്കിയിട്ട് വരാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മസാല പുരട്ടി വെക്കാം. ഇനി ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഈ ചിക്കന്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ചിക്കനൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പം നമ്മൾ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. അതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കാം. ഇത് വേവുന്ന ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം ഒരു 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തു. മൈദ നന്നായി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കാം. അതിനുശേഷം പിന്നെ അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്നിച്ചൊഴിക്കരുത്, കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച്, അതായത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും ഞാൻ അതിലിട്ടിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ പൊറോട്ടയുടെ കൂടെയാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. തീർച്ചയായും എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല അത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്ന്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.